Konnichiwa minasan, welcome back to another video. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് സൈഡ് സ്റ്റോറീസിൻ്റെ എപ്പിസോഡ് 11 ആണ്, അഥവാ സോളോ ലെവലിങ്ങിൻ്റെ അവസാനത്തെ എപ്പിസോഡ്. ഇന്നത്തെ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സോളോ ലെവലിംഗ് എന്ന് പറയുന്ന സീരീസ് ഇവിടെ എൻഡ് ആകാൻ പോകുവാണ്. സോ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു 100,000 താങ്ക്സ് പറയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം നമ്മൾ ഇനി സോളോ ലെവലിങ്ങിൻ്റെ റാഗ്നറോക്ക്, അതേപോലെ ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് എന്ന് പറയുന്ന മാൻഹോ, പല മാൻഹോസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതൊന്നും നിങ്ങൾ മിസ്സാക്കാനും പാടില്ല. സോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഫൈനൽ എപ്പിസോഡ് ആയതുകൊണ്ട് ഒരു 2K ലൈക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ടാർജറ്റ് വെക്കുന്നുണ്ട്. ചാപ്റ്റർ തുടങ്ങുന്ന നേരത്തെ തന്നെ സുഹോ അവൻ്റെ നേരെ ചാടി ചെല്ലുവാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റും തുടങ്ങുവാണ്. സുഹോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോംഗ്ലേറ്റ്സ് കൊണ്ടും അവൻ്റെ എതിരാളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡാഗേഴ്സ് കൊണ്ടുമാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മുടെ സുഹോ വീണ്ടും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. സുഹോയ്ക്ക് സത്യം പറഞ്ഞാൽ അവൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവന് വളരെയധികം വേഗതയുണ്ട്, അതിലുപരി ഇവൻ നല്ലധികം സ്ട്രോങ്ങറാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ അമേസിംഗ് ആണ്. അവൻ സ്ട്രോങ് മാത്രമല്ല, അവൻ്റെ ഓരോ അറ്റാക്കും ക്ലിയർ ആയിട്ട് തന്നെയാണ് എൻ്റെ മേത്ത് ഏൽക്കുന്നത്. അവൻ്റെ ഓരോ അറ്റാക്സിന് പുറകിലും 100 കണക്കിന് ടെക്നിക്സ് ആണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഒരാൾ ഇങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അവൻ എത്രത്തോളം ബാറ്റിൽസിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം, അവൻ എത്രത്തോളം മരണത്തിനെ തൊട്ട് മുമ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കണം. അടുത്ത സെക്കൻഡ് തന്നെ സുഹോ തെറിച്ച് ബാക്കിലേക്ക് പോകുവാണ്. പക്ഷേ അവൻ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ഞാനും ഇവിടെ തോക്കത്തില്ല. എൻ്റെ സ്റ്റാറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട്, എൻ്റെ കോമ്പാറ്റ് എബിലിറ്റീസ് ഇൻക്രീസ് ആകുന്നുണ്ട്. അവന് ചിലപ്പോൾ എന്നെക്കാട്ടും സ്റ്റാറ്റും പവറും എല്ലാം കാണുമായിരിക്കും, പക്ഷേ എനിക്ക് ചെറിയൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ ഒരു കിടിലം പഞ്ച് വെച്ച് കൊടുക്കും. പക്ഷേ ആ പഞ്ച് അവൻ്റെ മേത്ത് ഏറ്റുന്നത് തോന്നിയെങ്കിലും അവൻ്റെ എതിരാളി ആ ഒരു സമയത്ത് ഒരു അറ്റാക്ക് ചെയ്തിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ സുഹോൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോംഗ്ലസ് പൊട്ടിത്തെറിച്ചു പോകും. സുഹോയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവന് നന്നായിട്ട് എന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൻ എൻ്റെ എനിമിയാണ്, പക്ഷേ എന്നാലും ഞാൻ അവനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ സുഹോ തൻ്റെ ധൈര്യവും തൻ്റെ ബലവും തൻ്റെ സ്ട്രെങ്തും എല്ലാം തൻ്റെ മറ്റേ കയ്യിലേക്ക് സംഭരിച്ച് ഒരു കിടിലം പഞ്ചങ്ങാട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, എനിക്കും ഇവനെപ്പോലെ സ്ട്രോങ്ങറായി മാറണം. ഈ സമയത്ത് ആ ഒരു അറ്റാക്ക് അവൻ്റെ എതിരാളി ഡോഡ്ജ് ചെയ്തിട്ട് നമ്മുടെ സുഹോൻ്റെ തലയിൽ തൊട്ടിട്ട് പറയുന്നുണ്ട്, എന്താടാ നിനക്ക് ഗെയിം ഇഷ്ടപ്പെട്ടോ? ഇത് കേട്ട് സുഹോ ശരിക്കും ഞെട്ടിപ്പോയി. എന്ത് ഗെയിമോ? പിന്നെ അല്ലാതെ, നീ എന്തായാലും അടിപൊളിയായിട്ട് ഇത്തവണ കളിച്ചു കേട്ടോ. അല്ല ഈ വോയിസ് അച്ഛാ. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ നമ്മുടെ സുഹുവിനെ തള്ളിയിടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഇതൊന്നും പോരാ, ഇനി നീ വളരാനിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുഹുവിനെ ആ ഒരു ഗേറ്റിലേക്ക് തള്ളിയിടുവാണ്. അടുത്ത സെക്കൻഡ് സുഹു ഞെട്ടി എണീക്കുന്നുണ്ട്. പക്ഷേ അവൻ ആ ക്ലാസ് റൂമിനകത്തായിരുന്നു. കോപ്പ് എല്ലാം ഒരു സ്വപ്നമായിരുന്നോ? ഞാൻ റീസെൻ്റായിട്ട് നന്നായിട്ട് തന്നെ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ടല്ലേ. അതുമില്ല, ഞാൻ ഒരു വീടുള്ള ഡെഞ്ചിനിൽ പെട്ടുപോവുകയും അതിൻ്റെ അത് ഫൈനൽ ബോസ് എൻ്റെ അച്ഛനാണെന്നോ? എൻ്റെ പൊന്നോ കോപ്പ്. ഈ സമയത്ത് ഒരു പെങ്കൊച്ച് പറയുന്നുണ്ട്, അല്ല ക്ലാസ് റൂമിൻ്റെ അകത്ത് ഇനി ആളുണ്ടായിരുന്നോ? അല്ല ഒന്ന് ഇറങ്ങുക, നമ്മൾ ക്ലാസ് റൂം പൂട്ടാൻ പോകുമായിരുന്നു. എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇറങ്ങാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് സുഹോ തൻ്റെ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ സ്കൂളിൻ്റെ മുകളിൽ നമ്മുടെ ജിൻവുവും ബെറുവും ബാക്കിയുള്ളവരെല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ആർക്കിടെക്റ്റിൻ്റെ ഈ ഒരു ഐഡിയ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഇഗ്രിസ് പറയുന്നുണ്ട്, മൈ ലോഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, വൈസ് ലോഡ് ഓൾറെഡി ക്വാളിഫൈഡ് അല്ലേ, ആ പവേഴ്സൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. നമ്മൾ ഇതിനു മുമ്പ് പലതവണ ഈ ടെസ്റ്റൊക്കെ ചെയ്തെങ്കിൽ കൂടിയും ആദ്യമായിട്ടാണ് വൈസ് ലോഡ് ഇത്രയധികം അഡ്വാൻസ് ആയിട്ട് വരുന്നത്. അതിനർത്ഥം പുള്ളിക്കാരൻ ആ പവേഴ്സൊക്കെ കിട്ടാനായിട്ട് ക്വാളിഫൈഡ് ആണെന്നല്ലേ. ഇഗ്രിസ്, ഞാനൊരു കാര്യം പറയാം, എൻ്റെ സ്ട്രെങ്തും നിങ്ങളുടെ സ്ട്രെങ്തും എല്ലാം ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അന്ന് ഡ്രാഗൺ കിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഡ്രാഗൺ എംബറുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ വിജയിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. ഒരാൾ എത്ര സ്ട്രോങ്ങർ ആണെന്ന് പറഞ്ഞാലും ആ ഒരു വിജയം അവന് കൈക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോകാനുള്ള ധൈര്യവും അവന് വേണം. അത് അവന് തൽക്കാലമില്ല. അവൻ കുറച്ചധികം റെക്ലെസ് ആണ്. പക്ഷേ എങ്കിലും സമയമായിട്ടില്ല. സമയമാകുമ്പോൾ അവന് തന്നെ ഈ പവേഴ്സൊക്കെ കിട്ടിക്കോളും. അവൻ തന്നെ ഈ പവേഴ്സ് സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്തോളും. സംഭവം വേറൊന്നുമില്ല, ചെറുപ്പത്തിൽ നമ്മുടെ സുഹോനെ പണ്ട് ജിൻവു ഉറക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ സുഹോൻ്റെ എല്ലാ പവേഴ്സും ജിൻവു സീൽ ചെയ്ത് വെച്ചിരിക്കുവാണ്. സുഹോയ്ക്കിപ്പോൾ കറൻ്റ് മെമ്മറീസ് ഒന്നുമില്ല. അതായത് ബെറൂനെ ബാക്കിയുള്ളവരെ പറ്റിയൊന്നും ഒരു മെമ്മറീസും ഇല്ല. അവനിപ്പോൾ ഒരു നോർമൽ ബോയ് തന്നെയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ബെറു കിടന്ന് പൊട്ടിക്കരയുന്നതാണ്. ഇത് കണ്ട് നമ്മുടെ ജിൻവുവും ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ കരയാനുള്ള കാര്യം മറ്റൊന്നുമില്ല, പണ്ട് കൊച്ചിലെ നമ്മുടെ സുഹോ വരച്ച ആ ഒരു പടം കണ്ടിട്ടാണ്. ഇതേ സമയം ന്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു, ക്രിമിനൽ ബ്രദേഴ്സായിട്ടുള്ള ഡോങ് സുയിക്കയും ഹാങ് ഡോങ് സു അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഒരു വലിയൊരു തീപിടുത്തമുണ്ടായി. പക്ഷേ
ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടി അവരെല്ലാം കെടുത്തിയിട്ടുമുണ്ട്. 800ഓളം ഫയർമെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സങ്ങിനാണ്, അതായത് ജിൻവുവിന്റെ അച്ഛനെ. പുള്ളിക്കാരനും ആ ഒരു തീപിടുത്തം നടന്ന സ്ഥലത്തുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒട്ടും തന്നെ ക്ഷീണിച്ചിട്ടില്ല. അത്രമൊരു തീപിടുത്തം ഉണ്ടായിട്ടും പലരെ രക്ഷിച്ചിട്ടും നാടെ സൈഡിലുണ്ടാകും പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ പോലെ അയാൾക്കൊള്ളാതുണ്ട്. ആ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ദൂരെ എന്തൊന്ന് പറന്നു പോകുന്നുണ്ട്. അത് ചോദിക്കാൻ നേരത്ത് പറയുന്നുണ്ട്, വല്ല പ്ലെയിനാകാനായിരിക്കും ചാൻസ് ഉള്ളത്. പിന്നെ രണ്ടുപേരെ കാണിക്കുന്നുണ്ട്, അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരാൾ പറയുന്നുണ്ട്, സാർ നമ്മുടെ ഗെയിം ഓൾറെഡി റിലീസ് ആകാറായിട്ടുണ്ട്, പക്ഷേ അതിനൊരു പേര് വേണം. സാർ ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരി കിടന്ന് കാറുമാണ്. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, അവളിപ്പോൾ 6 വീക്ക് പ്രഗ്നൻ്റ് ആണ്. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ മേലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കിടന്ന് കാറുമാണ്. എല്ലാവരും അവനെ കൺഗ്രാജുലേറ്റും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അവൻ ആ പേര് പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നല്ലൊരു പേരുണ്ട്, ബ്യൂട്ടിഫുൾ വേൾഡ്. എങ്ങനെയുണ്ട് നമ്മുടെ ഗെയിമിൻ്റെ പേര്? ഇത് കേൾക്കാനടുത്ത് എല്ലാവരും അവൻ്റെ നേരെ ചാടുന്നുണ്ട്. സാർ നമ്മുടെ ഗെയിമും നമ്മുടെ ഇൻഡസ്ട്രിയും എല്ലാം ഈ ഒരു പേരിലാണ് ഇരിക്കുന്നത്, ആ പേര് ഇങ്ങനെ കൊളാക്കല്ലേ. അപ്പോൾ അവനും മനസ്സിലായി അവനിട്ട പേര് വളരെയധികം മോശമാണെന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ജിൻമുവിനോട് ചോദിച്ചാലാ, അവനും എന്നെപ്പോലെ തന്നെയാണ്, അവനും പേരിടാൻ വലിയ ഐഡിയ ഒന്നുമില്ല. അവിടുന്ന് നമ്മൾ പോകുന്നത് ചെറിയൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിലേക്കാണ്. അത് നമ്മുടെ ജിൻഹോയിൻ്റെ ആർട്ടിക്കിളായിരുന്നു. അവനിപ്പോൾ അഹിജിൻ സോഫ്റ്റ്വെയറിൻ്റെ CEO ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പുള്ളിക്കാരൻ സത്യം പറഞ്ഞ ഒരു യങ്ങർ എൻ്റർപ്രണറാണ്. കാര്യം പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ പാതയിൽ പിന്തുടരാതെയാണ് ഇത്രയും സക്സസ്ഫുള്ളായി മാറിയത്. അത് കഴിയുമ്പോൾ അവൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. ആ പുള്ളിക്കാരൻ്റെ ഗ്രാൻഡ് ചൈൽഡിന്, അതായത് നമ്മുടെ ജിൻഹോൻ്റെ മകന് വേണ്ടി അല്ലെങ്കിൽ ജിൻഹോൻ്റെ മകൾക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. ഈ ഒരു സമയത്ത് പുറത്ത് ആകാശത്ത് ഒരു പൊട്ടൽ കാണാൻ സാധിക്കും. അത് ചെറിയൊരു ഗേറ്റ് ആയിരുന്നു. ചെറുതെന്ന് പറഞ്ഞാൽ പോലെ ആ ഭൂമി മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ഗേറ്റ്. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. ചുരുക്കം പറഞ്ഞാൽ സോളോ ലെവലിങ്ങിന് തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക്, സോളോ ലെവലിംഗ് തുടങ്ങുന്നതിന് മുമ്പത്തെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക്. ഗേറ്റ്സ് എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ആയുള്ള ഒരു കാര്യമാണ്. അത് എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. ഗേറ്റ്സ് കാണുന്നവർ തന്നെ ആൾക്കാരുടെ മനസ്സിൽ പേടി വരുന്നതായിരിക്കും. കാര്യം പലരും പ്രാർത്ഥിക്കാറുണ്ട് അവിടെ ഗേറ്റ്സ് വരല്ലേ എന്ന്. കാര്യം അത്രത്തോളം ഡേഞ്ചറസ് ആണ് ഒരു ഗേറ്റ്. എങ്കിൽ കൂടിയും ഈ ഗേറ്റ്സിൻ്റെ അകത്ത് പോയി അതിൻ്റെ അകത്തെ മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുമുണ്ട്. അവരെ ഞങ്ങൾ ഹണ്ടേഴ്സ് എന്ന് വിളിക്കും. അവിടെ നമ്മൾ പോകുന്നത് ഒരു ഫോൺ കോളിലേക്കാണ്. ഹലോ, ഇത് ഹണ്ടർ അസോസിയേഷൻ്റെ സപ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ താങ്കളോട് 100 തവണ പറഞ്ഞ് ഹണ്ടർ സംഘിനെ മാത്രം ഞങ്ങളുടെ അയക്കലെന്ന്, പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനെ മാത്രം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്? അയ്യോ, എന്നോട് ക്ഷമിക്ക്, എനിക്ക് മനസ്സിലായില്ല, എന്തെങ്കിലും ഇറർ വന്നു കാണും. താങ്കളൊന്ന് പതുക്കെ കാര്യം ഒന്ന് തെളിച്ച് പറയാൻ സാധിക്കുമോ? ഇററും കൊപ്പൊന്നുമില്ല, എനിക്ക് എന്തൊക്കെ വന്നാലും അവനെ അയക്കണ്ട. അവൻ ഏറ്റവും വീക്കസ്റ്റ് ആണ്, അവന് മര്യാദക്ക് അവൻ്റെ വർക്ക് പോലും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം, അവനെ നിങ്ങളിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീമിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ പരിപാടി ഏറ്റെടുക്കുന്നില്ല, ഞാനത് ക്വിറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്തോ, അവൻ ഒരിക്കലും ഞങ്ങളുടെ കൂടെ ഇനി അയക്കാനേ പാടില്ല. ഒരു പിള്ളേരെ പിടിച്ചു നിർത്തിയിട്ട് അവരോട് ഫ്യൂച്ചറിൽ എന്താകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 3 ആൻസേഴ്സേ അവർ പറയത്തുള്ളൂ. ഒന്നെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഹണ്ടർ, അല്ലെങ്കിൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഗിൽഡിൻ്റെ എംപ്ലോയി ആയിട്ട് മാറണം, അല്ലെങ്കിൽ അവർക്ക് ഹണ്ടർ അസോസിയേഷനിൽ ചേരണം. ശരിയാണ്, എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. മിസ്റ്റർ സംഗ്, അവൻ്റെ പേര് ജിന്നു എന്നാണെന്ന് തോന്നുന്നു. ഇവൻ ഈ റാങ്കറാണല്ലേ? അല്ല, ഇവന് ഏറ്റവും ലോസ്റ്റ് ആണല്ലോ? ലോസ്റ്റ് അല്ല, അതിലും ലോസ്റ്റ് ആണല്ലോ. ഒരു നോർമൽ പേഴ്സൻ്റെ അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇവന് ഫുൾ ഇഞ്ചുറി ആണല്ലോ. ഇവൻ എങ്ങനെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്? സോ അവൻ്റെ അമ്മയ്ക്ക് എറ്റർണൽ സ്ലംബറുണ്ട്. അത് മാത്രമല്ല, അവൻ്റെ അനിയത്തി ഒരു ഹൈസ്കൂളറുമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എങ്കിലും ഈ 23 വയസ്സുള്ള പയ്യൻ ഇങ്ങനെ കാണിക്കുന്നത്. സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹണ്ടർ സംഗ് ജിനുവിനെ നമുക്ക് റിട്ടയർ ചെയ്യിപ്പിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? നമ്മൾ ഓൾറെഡി അതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഞാനൊന്ന് നിന്നോട് ചോദിക്കട്ടെ, നീ എന്തിനാണ് ഇവിടെ പണിക്ക് വന്നത്? സാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് കണ്ടു. അതായത് ഒരു ഹണ്ടർ കുറേയധികം ആൾക്കാരെ രക്ഷിച്ചു, പക്ഷേ അവസാനം പുള്ളിക്കാരൻ ഒരു സ്ഥലത്ത് ട്രാപ്പായിപ്പോയി. പുള്ളിക്കാരനെ രക്ഷിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. സോ എനിക്കും വളരെയധികം ക്യൂരിയസ് ആയിരുന്നു, അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ ഇവിടെ ഞാനുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റത്തില്ലേ? മറ്റൊരു ഹണ്ടറിനെ അറിയിക്കാനോ അങ്ങനെ എന്തെങ്കിലും. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനിയും നിനക്ക് തോന്നുന്നുണ്ടോ ഹണ്ടർ സംഗിനെ നമ്മൾ മാറ്റിക്കളയണമെന്ന്? സാർ, അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, പക്ഷേ പുള്ളിക്കാരൻ്റെ ലൈഫും കൂടെ നമ്മൾ നോക്കണ്ടേ? ശരിയാണ്, നോക്കണം. നീ ഈ കേസ് കണ്ട, ഇതൊന്ന് നോക്കിയേ. പുള്ളിക്കാരി ഒരു B റാങ്ക് ഹണ്ടറാണ്, അതുമല്ല ഒരു നല്ല ഹീലർ കൂടിയാണ്. പക്ഷേ ഒരിക്കലും ഒട്ടും മണിയോട് പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് മാത്രമല്ല, എന്തൊക്കെ വന്നാലും ഒരു ഗേറ്റിൻ്റെ അകത്ത് പുള്ളിക്കാരി കടക്കാറുമില്ല. കാര്യം എന്താണെന്നറിയാം, പുള്ളിക്കാരിക്ക് പേടിയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു B റാങ്ക് ഇത്ര നല്ല ഹണ്ടറായിട്ടും ഒരു ഗേറ്റിൻ്റെ അകത്ത് പോലും കയറുന്നില്ല. അതേസമയം ജിൻവോ ആട്ടെ ഒരു E റാങ്കാണ്, പുള്ളിക്കാരന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നിട്ടും ഓരോ ഗേറ്റിൻ്റെ അകത്ത് നിന്ന് കയറുന്നുകൊണ്ട് ഈ ലോകത്ത് എത്ര സ്ട്രോങ് ഒരാൾക്കും കറേജ് ഇല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു പയ്യനുണ്ടല്ലോ, അവന് നല്ല കറേജ് ഉണ്ട്. സോ നിനക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായോ? സാർ, എനിക്ക്
കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു റോക്ക് പേപ്പർ സീസറാണ്. അത് കളിച്ചുകൊണ്ടിരുന്നത് മറ്റാരുമില്ല, നമ്മുടെ സുഹവും വേറെ പെങ്കൊച്ചുമായിരുന്നു. അവൾ പറയുന്നുണ്ട്, നീ എപ്പോഴും തോക്കും, എന്നാ എൻ്റെ ബാഗ് പിടിച്ചോ. പെട്ടെന്നായിരുന്നു അവൻ തിരിഞ്ഞു നോക്കുന്നത്. അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി? എന്താണെന്നറിയില്ല, ആകാശത്ത് എന്തോ പോലെ എന്ന് പറയാൻ നേരത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൈസലിനെയാണ്. അവരിങ്ങനെ പറന്നുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ചാ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ കുറച്ചധികം വർഷമായില്ലേ ഈ ഒരു സൈറ്റ് കണ്ടിട്ട്. ശരിയാണ്, കുറച്ചധികം വർഷമായി. പക്ഷേ ഇന്ന് നമ്മുടെ 16ാമത്തെ ആനിവേഴ്സറിയാണ്. സോ ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരുവാണ്. പക്ഷേ നീ വീട്ടിലേക്ക് പോക്കോ കേട്ടോ, ഞാൻ പതുക്കെ എന്തായാലും പുറകെ വന്നേക്കാം. നീ താമസിക്കില്ലല്ലോ, കാര്യം ഞാൻ നിന്നെ കാത്ത് അവിടെ ഇരിക്കുന്നതായിരിക്കും. ഇത് കാണാറുത്ത് ജിൻവുൻ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പോയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻവു ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. അതായത് നമ്മുടെ പ്രസൻറ്റ് വേൾഡിലെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ, നമ്മുടെ സൂഹോ ഒക്കെ ഉള്ള വേൾഡിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ. അവൻ പറയുന്നുണ്ട്, ഈ ഗേറ്റ് എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. എന്തായാലും ഈ ഗേറ്റിൻ്റെ അപ്പുറം കുറച്ചധികം ഹൊറബിളായുള്ള തിങ്സ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ എല്ലാവരും വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്ട്രോങ്ങസ്റ്റ് ആയുള്ള സോൾജേഴ്സിനെ എല്ലാം നമ്മുടെ ജിൻവു വിളിക്കുന്നുണ്ട്. പിന്നെ കളിക്കുന്നത് നമ്മുടെ സൂഹോയാണ്. സൂഹോ വീണ്ടും ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പലതവണ മരിക്കുന്നുണ്ട്. അവൻ വീണ്ടും ജനിക്കും, പലതവണ വീണ്ടും മരിക്കും, വീണ്ടും ഫൈറ്റ് ചെയ്യും, വീണ്ടും മരിക്കും, വീണ്ടും ജനിക്കും. അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അവൻ നിൽക്കുവാണ്. പക്ഷേ എത്ര മരിച്ചാലും, എത്ര കോട്ടം തിരിച്ചു വന്നാലും, എത്ര കോട്ടം അവൻ ഈ ഒരു ടെസ്റ്റ് ചെയ്യപ്പെട്ടാലും അവൻ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും. ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറം എന്താണെന്ന് എനിക്കറിയണം. അങ്ങനെ അവൻ ആ ഗേറ്റ് തുറന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ സോളോ ലെവലിംഗ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ളത് സോളോ ലെവലിങ്ങിൻ്റെ റാഗ്നറോക്കാണ്. ആൻഡ് ബിലീവ് മി ഗൈസ്, ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. സോളോ ലെവലിങ്ങിനകത്ത് നല്ല റൈറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. എന്തായാലും അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ ഒട്ടനെ തന്നെ വരുന്നതായിരിക്കും. അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.